ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NCERT മലയാളം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് NCERT ക്ലാസ് 10th സിവിക്സിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന ചാപ്റ്ററാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഹൗ മെനി പാർട്ടീസ് ഷുഡ് ബി ഹാവ്, നമുക്ക് എത്ര പാർട്ടീസാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ഒരു ഇലക്ഷൻ നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗവൺമെൻറ് വേണ്ടിയിട്ട് എത്രത്തോളം പാർട്ടീസാണ് വേണ്ടതെന്നുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നത്. സിമ്പിളാണ്, കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഡെമോക്രസിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് അല്ലേ. പല പല പാർട്ടീസും നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കറിയാം ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണല്ലേ ഡിസംബറിലൊക്കെ. അപ്പോൾ in this formal sense, there are a large number of political parties in each country. More than 750 parties are registered with the Election Commission of India. ഏകദേശം 750ഓളം പാർട്ടീസ് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ്, എല്ലാ പാർട്ടീസും ഇങ്ങനെ മത്സരാർത്ഥികളല്ല. നോട്ട് ഓൾ പാർട്ടീസ് ആർ സീരിയസ് കോണ്ടൻറ്റേഴ്സ്. കോണ്ടൻറ്റേഴ്സ് എന്ന് വെച്ചാൽ മത്സരാർത്ഥികളല്ല എന്നാണ് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു ഹാൻഡ്ഫുൾ ഓഫ് പാർട്ടീസ് മാത്രമേ ഇലക്ഷനിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫോം ചെയ്യാനോ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ദെൻ ഈസ് ഹൗ മെനി മേജർ ഓർ ഇഫക്റ്റീവ് പാർട്ടീസ് ആർ ഗുഡ് ഫോർ എ ഡെമോക്രസി. എത്രത്തോളം മേജർ അല്ലെങ്കിൽ ഇഫക്റ്റീവ് പാർട്ടീസാണ് ഒരു ഡെമോക്രസിക്ക് നല്ലത് അല്ലെങ്കിൽ ഉചിതമായത്. ചില കൺട്രീസ് എല്ലാം വൺ പാർട്ടി സിസ്റ്റമാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു പാർട്ടി മാത്രം അവിടെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഗവൺമെൻറ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ പാർട്ടീസിനെ നമ്മൾ എന്ത് പറയുന്നു, വൺ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നു. പേജ് നമ്പർ 75 ലാസ്റ്റ് പാരഗ്രാഫ്. ഇൻ സം കൺട്രീസ് ഓൺലി വൺ പാർട്ടി ഈസ് അലൗഡ് ടു കൺട്രോൾ ആൻഡ് റൺ ദ ഗവൺമെൻറ്. ദീസ് ആർ കോൾഡ് വൺ പാർട്ടി സിസ്റ്റം. So this is a story. Before that we have to finish the next thing. That is, class 9th we noted that China only the Communist Party is allowed to rule. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ റൂൾ ചെയ്യാൻ അലൗഡ് ആയിട്ടുള്ളൂ. പക്ഷേ although legally speaking people are free to form political parties, it does not happen because the electoral system does not permit free competition for power. അപ്പോൾ നമുക്ക് പറയാം ഇലക്ടോറൽ പാർട്ടീസ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിൻ്റെ അധികൃതർക്കൊക്കെ ഇങ്ങനെ പാർട്ടീസും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് അധികാരമുണ്ട്. അത് കോമ്പറ്റീഷന് വേണ്ടി മാത്രമല്ല, പവറിനും കോമ്പറ്റീഷനും വേണ്ടി മാത്രമല്ല. അപ്പോൾ അതിന് ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടുള്ളൊരു കേസാണ് ചൈനയിൽ എത്ര ഉണ്ടെങ്കിലും വൺ പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പാർട്ടി മാത്രമേ റൂൾ ചെയ്യാൻ അലൗഡ് ഉള്ളൂ. വി കനോട്ട് കൺസിഡർ വൺ പാർട്ടി സിസ്റ്റം ആസ് എ ഗുഡ് ഓപ്ഷൻ. നമുക്കൊരിക്കലും വൺ പാർട്ടി സിസ്റ്റത്തിനെ ഒരു ഗുഡ് ഓപ്ഷൻ അല്ലെങ്കിൽ നല്ലൊരു ഓപ്ഷനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ദിസ് ഈസ് നോട്ട് എ ഡെമോക്രാറ്റിക് ഓപ്ഷൻ. ഇത് നല്ലൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഓപ്ഷൻ അല്ല. എനി ഡെമോക്രാറ്റിക് സിസ്റ്റം മസ്റ്റ് ഫോളോ അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് ടു കോമ്പീറ്റ് ഇൻ ഇലക്ഷൻസ് ആൻഡ് പ്രൊവൈഡ് എ ഫെയർ ചാൻസ് ഫോർ ദ കോമ്പീറ്റിംഗ് പാർട്ടീസ് ടു കം ടു പവർ അല്ലേ. അപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്ന പാർട്ടീസിന് ഇപ്പം ഒരു സ്ഥലത്ത് ഒരുപാട് പാർട്ടീസൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ എന്താ ഒരു പാർട്ടി മാത്രമേ എപ്പോഴും ജയിക്കുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു പാർട്ടി മാത്രമേ ജയിക്കാൻ അലൗഡ് ഉള്ളൂ എന്ന് ഉദ്ദേശിച്ചാൽ ബാക്കിയുള്ള പാർട്ടികളുടെ അവസ്ഥ എന്താ, ബാക്കിയുള്ള പാർട്ടികളുടെ ആവശ്യകത എന്താ, ഒന്നുമല്ല അല്ലേ. അപ്പോൾ എന്താ, ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ എപ്പോഴും 2 പാർട്ടീസ് വേണം, എന്നാൽ മാത്രമേ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഒരു എപ്പോഴേക്കൊക്കെ റൂളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇൻ സം കൺട്രീസ് power usually changes between 2 main parties. Several other parties may exist, contest election and win a few seats in the national legislatures, but only the 2 parties have a serious chance of winning the majority of seats to form a 2-party system. Such parties are called 2-party system. എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് യുണൈറ്റഡ് കിങ്ഡം ആർ ദ എക്സാമ്പിൾസ് ഓഫ് 2-party system. അപ്പോൾ 2-party സിസ്റ്റം ഉള്ള കൺട്രീസിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 പാർട്ടീസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മേജറായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മാത്രമേ വിൻ ചെയ്യാനുള്ള അധികാരവും അല്ലെങ്കിൽ ഗവൺമെൻറ് ഫോം ചെയ്യാനുള്ള ആ ഒരു ചാൻസ് ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള പാർട്ടീസൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവരൊക്കെ നാഷണൽ ലെജിസ്ലേച്ചേഴ്സിൽ അവർക്ക് കുറച്ച് സീറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്തെങ്കിലും തീരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ 2 പാർട്ടീസ് മാത്രമേ ഡിസൈഡ് ചെയ്യുള്ളൂ. അങ്ങനത്തെ പാർട്ടിയെ നമ്മൾ എന്ത് പറയുന്നു, 2-party സിസ്റ്റം എന്ന് പറയുന്നു. നമ്മുടെ USA അതുപോലെ തന്നെ UK യുണൈറ്റഡ് കിങ്ഡത്തിലൊക്കെയാണ് ഇങ്ങനത്തെ 2-party സിസ്റ്റം കാണുന്നത്.
If several parties compete for a power and more than two parties have a reasonable chance of coming to power, either on their own strength or in alliance with others, we call it as multi-party system. അപ്പോൾ വൺ പാർട്ടി സിസ്റ്റം പറഞ്ഞു, ടു പാർട്ടി സിസ്റ്റം പറഞ്ഞു. ഇനി രണ്ടിൽ കൂടുതൽ പാർട്ടീസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നു. മൾട്ടി പാർട്ടി സിസ്റ്റം വെച്ചാൽ എന്താണ് അറിയോ? മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് വെച്ചാൽ ഒരുപാട് പാർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് പവറിന് വേണ്ടിയിട്ട്. അതിനകത്ത് രണ്ട് കൂടുതലൊക്കെ പാർട്ടീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് പാർട്ടീസ് മാത്രം അത്യാവശ്യം പവറും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയുന്നു, മൾട്ടി പാർട്ടി സിസ്റ്റം. ഒന്നിൽ കൂടുതലുള്ള പാർട്ടീസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിന് നമ്മൾ മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിൽ എന്താണ്, മൾട്ടി പാർട്ടി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇൻ ദ സിസ്റ്റം ദ ഗവൺമെൻറ് ഈസ് ഫോംഡ് ബൈ വേരിയസ് പാർട്ടീസ് കമ്മിങ് ടുഗെദർ ഇൻ കോയലേഷൻ. അപ്പോൾ ഗവൺമെൻറ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് പാർട്ടീസിൻ്റെ ഒരു മിക്സ്ചറായിട്ടാണ് ഗവൺമെൻറ് ഫോം ചെയ്യുക. അതിനകത്ത് ഒരുപാട് പാർട്ടീസ് ഉണ്ടാകും. ചിലപ്പോൾ എന്താ ഒന്നോ രണ്ടോ പാർട്ടീസ് മാത്രം മെജോറിറ്റി ഉണ്ടെങ്കിലും ബാക്കി സീറ്റ്സുകളിലൊക്കെ മൈനോറിറ്റി പാർട്ടീസൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ വെൻ സെവറൽ പാർട്ടീസ് ഇൻ എ മൾട്ടി പാർട്ടി സിസ്റ്റം ജോയിൻ ഹാൻഡ്സ് ഫോർ എ പർപ്പസ് ഓഫ് കോൺടെസ്റ്റിംഗ് ഇലക്ഷൻ ആൻഡ് വിന്നിംഗ് പവർ, ഇറ്റ് ഈസ് കോൾഡ് അലയൻസ് ഓർ ഫ്രണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതലോ പാർട്ടീസ് ഇങ്ങനെ ഇലക്ഷൻ നടത്തിയിട്ട് പവർ വിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ അലയൻസ് അല്ലെങ്കിൽ ഫ്രോണ്ട് എന്ന് പറയുന്നു, സംഖ്യം എന്നൊക്കെ പറയും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ 3 മേജർ അലയൻസസ് 2004 പാർലമെൻ്ററി ഇലക്ഷനിലുണ്ടായിരുന്നു. ദ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഒന്ന്, രണ്ടാമത്തെ പറയുമ്പോൾ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്, മൂന്നാമത്തെ പറയുമ്പോൾ ലെഫ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 3 അലയൻസ് 2004 ഇലക്ഷനിലുണ്ടായിരുന്നത്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റിംഗ്, ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ആൻഡ് ലെഫ്റ്റ് ഫ്രണ്ട്. The multi-party system often appears very messy and leads to political instability. അപ്പോൾ ഒരുപാട് പാർട്ടീസ് ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര മെസ്സി ആവും അല്ലേ? ഓരോരുത്തർക്ക് ഓരോ ഡിസിഷനും കാര്യങ്ങളും, ഓരോരുത്തർ ഓരോ തർക്കം ഉണ്ടാക്കുന്നു, മറ്റേ ആളത് സോൾവ് ചെയ്യാൻ നിൽക്കുന്നു, അങ്ങനെ ഭയങ്കര മെസ്സി ആയിരിക്കും. അതുപോലെ തന്നെ പൊളിറ്റിക്കലി ഇതെന്താണ്, ഇൻസ്റ്റേബിളാണ്. അതായത് ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്റ്റേബിളായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരുപാട് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് പൊളിറ്റിക്കലി ഇൻസ്റ്റേബിൾ. ഏത് മൾട്ടി പാർട്ടി സിസ്റ്റം. അറ്റ് ദ സെയിം ടൈം ദ സിസ്റ്റം അലൗസ് എ വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഒപ്പീനിയൻ ടു എൻജോയ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. പക്ഷേ അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് വെറൈറ്റി ഓഫ് അഭിപ്രായങ്ങളും ഇൻട്രസ്റ്റും ഒപ്പീനിയൻസും ഒക്കെ ഉണ്ടാകും ഇതിൻ്റെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട്. സോ വിച്ച് ഓഫ് ദിസ് ഇസ് ബെറ്റർ, ഇതിലേതാണ് ബെറ്റർ? അതുപോലെ തന്നെ perhaps the best answer to this common question is that this is not very good question അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് പറയുന്നത് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരില്ല. അതായത് പാർട്ടി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു കൺട്രിക്ക് മാത്രം ചൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. പാർട്ടി സിസ്റ്റം ഈസ് നോട്ട് സംതിങ് എനി കൺട്രി ക്യാൻ ചൂസ്. ഇറ്റ് ഇൻവോൾവ്സ് ഓവർ എ ലോങ് ടൈം ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് സൊസൈറ്റി. അപ്പോൾ ഒരു കൺട്രി മാത്രം ഉണ്ടാക്കുന്നതല്ല പാർട്ടി സിസ്റ്റം. അതായത് ഒരു സൊസൈറ്റിയുടെ എന്തൊക്കെയാണ് സോഷ്യൽ, അതുപോലെ തന്നെ റീജിയണൽ ഡിവിഷൻസ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എന്തൊക്കെയാണ് അതിൻ്റെ സിസ്റ്റം ഓഫ് ഇലക്ഷൻസ്, അതൊക്കെ നോക്കിയിട്ടാണ് ഒരു പാർട്ടിയൊക്കെ ഇവോൾവ് ചെയ്യുന്നത്. ദീസ് കനോട്ട് ബി ചേഞ്ച്ഡ് വെരി ക്വിക്ക്ലി. ഇത് പെട്ടെന്ന് അങ്ങനെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഓരോ കൺട്രിക്കും അതിൻ്റേതായിട്ടുള്ള പാർട്ടി ഓരോ സർക്കംസ്റ്റൻസിലൊക്കെയാണ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇന്ത്യ ഈസ് ഇവോൾവ്ഡ് എ മൾട്ടി പാർട്ടി സിസ്റ്റം, ഇറ്റ് ഈസ് ബിക്കോസ് ദ സോഷ്യൽ ആൻഡ് ജോഗ്രഫിക്കൽ diversity in such a large country is not easily absorbed by 2 or even 3 parties. അപ്പോൾ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം ആവാൻ ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ തന്നെ അങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ത്യയിൽ എന്തുണ്ട്, സോഷ്യൽ ആൻഡ് ഒരുപാട് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലേ? നമുക്ക് ഒരുപാട് ഡൈവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഡൈവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ടോ കൂടുതൽ പാർട്ടിയിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ മൾട്ടി പാർട്ടി സിസ്റ്റം, അതായത് മൾട്ടി പാർട്ടി സിസ്റ്റം ആകുമ്പോൾ ഒരുപാട് റീജിയണൽ അല്ലെങ്കിൽ ഒരുപാട് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നോ സിസ്റ്റം ഈസ് ഐഡിയൽ ഫോർ ഓൾ കൺട്രീസ് ആൻഡ് ഓൾ സിറ്റുവേഷൻസ്. ഒരു സിസ്റ്റം ഇതുവരെ എല്ലാ കൺട്രീസിനും ഐഡിയലായിട്ടും എല്ലാ സിറ്റുവേഷനും ഐഡിയലായിട്ടും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ സിസ്റ്റമേ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് വൺ പാർട്ടി, ടു പാർട്ടി, മൾട്ടി പാർട്ടി സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മോറൽ ഫോഴ്സ് ഇൻ പൊളിറ്റിക്സ് എന്നുള്ള ഡിസ്കഷൻ ചെയ്യാം. അപ്പോൾ വാട്ട് ഡിഡ് കിഷൻജി മീൻ ബൈ ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ ഫോർമേഷൻ? അപ്പോൾ കിഷൻജി എന്ന ഒരാൾ ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ ഫോർമേഷൻ എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ അല്ലെങ്കിൽ വേറൊരു പൊളിറ്റിക്കൽ സെറ്റപ്പ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ സുധ, കരുണ, ഷഹീൻ ആൻഡ് ഗ്രേസി ഇതൊക്കെ 4
ഒരു വുമൻസിൻ്റെ പേരായിരുന്നു, വുമൻ്റെ പേരായിരുന്നു. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പവർഫുൾ പീപ്പിൾ മൂവ്മെൻറ്റ്സ് ഒരുപാട് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലായിട്ട് നടത്തി. ദേ were meeting in a village in Orissa away from their day-to-day struggles to think afresh the future of people's movement. ഇവർ ഒറീസയിൽ ഒത്തുകൂടി എന്തിന്, ഈ പീപ്പിൾസ് മൂവ്മെൻറ്റിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ ഡിസ്കഷന് അവസാനം എന്തായി, കിഷൻജിയിലേക്ക് ടേൺ ഓൺ ചെയ്തു. ഹു വാസ് റിഗാർഡഡ് ആസ് എ ഫ്രണ്ട്. കിഷൻജി ആയിരുന്നു, ഒരു ഫ്രണ്ടായിരുന്നു, പൊളിറ്റിക്കൽ ഫിലോസഫർ ആയിരുന്നു, അതുപോലെ തന്നെ എല്ലാവിധ കൺട്രിയിൽ നടന്ന എല്ലാ മൂവ്മെൻറ്റ് ഗ്രൂപ്പ്സിൻ്റെയും മോറൽ ഗൈഡായിരുന്നു ഈ പറയുന്ന കിഷൻജി. He had argued that people's movement should embrace politics openly. അപ്പോൾ പീപ്പിളിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സൊക്കെ പൊളിറ്റിക്സിനെ പെട്ടെന്നായിട്ട് എംബ്രേസ് ചെയ്യും അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യും, ഓപ്പണായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഹിസ് ആർഗ്യുമെൻറ്റ് വാസ് സിമ്പിൾ ഗെറ്റ് പവർഫുൾ. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണെങ്കിലും പക്ഷെ ഭയങ്കര പവർഫുള്ളായിരുന്നു. മൂവ്മെൻറ്റ് ഒരു സിംഗിൾ ഇഷ്യൂവിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നെങ്കിലും അതെന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ആയിരുന്നു പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇഫ് വി വിഷ് ടു ബ്രിങ് അബൌട്ട് എ ഫണ്ടമെൻ്റൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, എ ബേസിക് ചേഞ്ച്, ഈവൻ വൺ ആസ്പെക്റ്റ് ഓഫ് ലൈഫ്, വി വുഡ് നീഡ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ബേസിക് ചേഞ്ച് വേണം, അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റ് ഓഫ് ലൈഫിൽ തന്നെ ഒരു ബേസിക് ചേഞ്ച് വേണം. അതെന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ അത്യാവശ്യമാണ്. People's movement must establish a new political formation to act as a moral force in politics. അപ്പോൾ പീപ്പിൾസിൻ്റെ ഇങ്ങനത്തെ ഈ ജനങ്ങളുടെ മൂവ്മെൻറ്റൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു പൊളിറ്റിക്സിന് ഒരു മോറൽ ഫോഴ്സ് അല്ലെങ്കിൽ നല്ല ഒരു ഗൈഡൻസ് കൊടുക്കുമായിരുന്നു. ദിസ് വാസ് ആൻ urgent task. ഇതൊരു അർജൻ്റായ ടാസ്ക് ആയിരുന്നു. ഹീ സെഡ് ബിക്കോസ് ഓൾ ദ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാഡ് ബിക്കം ഇർറെലവൻറ്റ് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ എല്ലാവിധ പൊളിറ്റിക്കൽ പാർട്ടീസും സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് ഇർറെലവൻ്റ് ആയിരുന്നു, റെലവൻ്റ് ആയിരുന്നില്ല. എല്ലാവരും എന്താ സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് സപ്പോർട്ട് ചെയ്യുന്നതൊന്നുമല്ല, ചിലതൊക്കെ വെറുതെയാണ്. ബട്ട് കിഷൻജി എന്ത് ചെയ്താൽ നെവർ ക്ലാരിഫൈഡ് വാട്ട് ദ ഓർഗനൈസേഷൻ വിൽ ബി. ഹി ടോക്ക്ഡ് ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ ഫോർമേഷൻ. അപ്പോൾ കിഷൻജി മെയിനായിട്ട് പറഞ്ഞത് ഒരു ഓർഗനൈസേഷൻ എന്നതിലുപരി വേറെ ഒരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷനാണ് കിഷൻജി ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഒരു തേർഡ് ഫോഴ്സ് ഇൻ പൊളിറ്റിക്സ്. ബട്ട് ഡിഡ് ഹി മീൻ എ പൊളിറ്റിക്കൽ പാർട്ടി? അദ്ദേഹം ഉദ്ദേശിച്ച ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണോ? സെഡ് ഗ്രേസി. ഷീ ഫെൽറ്റ് ദാറ്റ് an old style political party was not a right instrument for social change. അപ്പം ഗ്രേസിയുടെ അഭിപ്രായത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ പഴയ പോലത്തെ രീതിയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടി മാത്രം ഒരു നല്ലൊരു സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ചേഞ്ചിന് നല്ലതായിട്ടല്ലതല്ല. അതായത് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായാൽ മാത്രം സോഷ്യൽ ചേഞ്ച് ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാണിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസും അവരും തമ്മിൽ എന്താ വ്യത്യാസം? ഇവർക്ക് വേറൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വേറൊരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Sudha agreed with her. I have thought about it several times. I agree that all the struggles that we are involved with, the struggle against displacement, against globalization, against caste and gender oppression, and for an alternative kind of development, all this is political. But the moment we form a party, all the goodwill we have earned all these years will be lost. People will think of us as no different from other politicians. അപ്പോൾ സുധ പറഞ്ഞതെന്ന് വെച്ചാൽ സുധ ഇതിനോട് എഗ്രി ചെയ്തു. കാരണം അവരൊരുപാട് ആലോചിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ ഈ സ്ട്രഗിളും അവരുടെ നടത്തുന്ന മൂവ്മെൻറ്റ്സൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ അതായത് ഇൻ്റഗ്രേഷൻ ബിറ്റ്വീൻ ദ കൺട്രീസ് അതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജാതി ന്യായ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട്, ഡെവലപ്മെൻറ്റിൻ്റെ വേറൊരു ഓൾട്ടർനേറ്റീവിന് വേണ്ടിയിട്ട്. ഇതൊക്കെ എന്ത് ഇഷ്യൂസാണ്? പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. പക്ഷേ അവർക്ക് എന്ത് വേണ്ട? അവർക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി പോലെ ആയിട്ട് ബാക്കിയുള്ള അവരുടെ ഇത്രയും കാലം അവരുണ്ടാക്കിയെടുത്ത നല്ലൊരു പെരുമയുണ്ടല്ലോ, നല്ല ഒരു റെസ്പെക്റ്റ് ഒന്നും അവർക്ക് നഷ്ടപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും കാലം ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്തതും അവരും ചെയ്തതും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് സുധ പറഞ്ഞത്. Besides, added Karuna, we have seen that a lot can achieved by putting pressure on existing political parties. നമ്മൾ കണ്ടു ഒരുപാട് നമുക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൽ പ്രഷർ കൊടുക്കാൻ പറ്റും. വി ട്രൈഡ് പുട്ടിങ് അപ്പ് ദ കാൻഡിഡേറ്റ്സ് ഇൻ പഞ്ചായത്ത് ഇലക്ഷൻസ് ബട്ട് ദ റിസൾട്ട്സ് വെർ നോട്ട് വെരി എൻകറേജിങ്. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടീസിലൊക്കെ പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാൻഡിഡേറ്റ്സിനെയൊക്കെ
അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായിരുന്നു അവരുടെ ആ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ, അവരുടെ ഇലക്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നോട്ട് മച്ച് എൻകറേജിങ്, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലല്ല. സത്യം പറഞ്ഞാൽ അത് അവർക്കൊട്ടും റോൾ ഉണ്ടായിരുന്നില്ല. പീപ്പിൾ റെസ്പെക്റ്റ് അവർ വർക്ക്, ദേ ഈവൻ അഡോർ എസ്, ബട്ട് വെൻ ഇറ്റ് കംസ് ടു വോട്ടിംഗ് ദേ ഗോ ഫോർ ദെയർ എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ അവർക്കൊരു ഫൈനലൈസ്ഡ് ഡിസിഷൻ മനസ്സിലായി, അല്ലെങ്കിൽ ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ മനസ്സിലായി. എല്ലാവരും അവരുടെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും, അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവരെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി സഹായിക്കും. പക്ഷേ അവരാരും എന്ത് ചെയ്യുന്നില്ല, ഈ വോട്ടിങ്ങിൻ്റെ സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതെപ്പോഴും ഇങ്ങനെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. ഷഹീൻ ഡിഡ് നോട്ട് എഗ്രി വിത്ത് ദം. ഷഹീൻ അത് എഗ്രി ചെയ്തില്ല. ലെറ്റ് us വെരി ക്ലിയർ, കിഷൻജി വാണ്ടഡ് ഓൾ ദ പീപ്പിൾസ് മൂവ്മെൻറ്റ്സ് ടു ഫോർജ് എ ന്യൂ പാർട്ടി. അതായത് നമുക്ക് ഇതൊക്കെ വളരെ വ്യക്തമാണ്. കിഷൻജിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നടത്തിയിട്ടൊരു പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് വേണ്ടത്. ഓഫ് കോഴ്സ് ഹീ വാണ്ടഡ് ദിസ് പാർട്ടി ടു ബി എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാർട്ടി. ഒരു പൊളിറ്റിക്കൽ പാർട്ടി വേണമെന്നുള്ള സത്യം, പക്ഷേ എങ്ങനത്തെ പാർട്ടി ആയിരിക്കണം? ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടി ആയിരിക്കണം. He was not for political alternatives but for an alternative kind of politics. പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ്സിന് വേണ്ടിയിട്ടല്ല, അതായത് പൊളിറ്റിക്സിൽ വേറൊരു ഓൾട്ടർനേറ്റീവ്, പൊളിറ്റിക്കൽ ഏരിയയിൽ വേറൊരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ വേറൊരു കാര്യമായിട്ടല്ലായിരുന്നു അവർക്ക് വേണ്ടത്. അവർക്ക് ഒരു വേറെ തരത്തിലുള്ള രാഷ്ട്രീയത്തിലെ ഒരു മാറ്റമായിരുന്നു, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിരുന്നു ഇവർക്ക് വേണ്ടത്. പിന്നെ ഇത് ലാസ്റ്റ് പറയുന്നത് കിഷൻജി ഒന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം, ഈ പറഞ്ഞ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കിഷൻജി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇതൊരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ എന്നല്ല. ദിസ് ഈസ് ഹാപ്പൻഡ് ഇയേഴ്സ് ബിഫോർ. So that's all about today's. So we will be discussing national parties in the next section. So if you are new to this channel, please do subscribe my channel. If you like this video, please give a like and share with your friends and family. Take care. Stay home, stay safe. Thank you everyone.